ഒരടിപൊളി പാട്ട്. അത് കേട്ടപ്പോൾ ഒന്ന് വന്നതാണ്. ഇൻഷാ അല്ലാ ഒന്ന് കേട്ടോക്കാണ്. ഈ മനുഷ്യന്മാർക്കൊരു ചുക്കും തിരിയൂല എന്നുള്ള തുടങ്ങുന്ന പാട്ടാണ്. ഞാർക്കാ തിരിയണത്? പുത്തനാശയക്കാരായ ഈ ബിദ്അത്തുകാർക്കാ തിരിയണത്. ഓരോ പെണ്ണുങ്ങൾ ഇറക്കിക്കപ്പോൾ പാടാനേ, ഓരോ വലിയ വലിയ താത്താരെ ഒന്നിനാത്തരം പോകുന്ന താത്താരെ ഇറക്കിയാണ്ടപ്പോൾ പാടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളെ കൊണ്ട് അനുബന്ധനത്തിന് പരിപാടി ഉണ്ടാക്കല് കേട്ടോ. ഇവർ വലിയ താത്താരെ കൊണ്ട് ഇറക്കിയിട്ട് ഈ റബീഉൽ അവലാകുമ്പോൾ ഇവർക്കൊരു കുരുപൊട്ടലാണ്. റബീഉൽ അവൽ മാസം വന്നാൽ ഇവർക്കൊരു കുരുപൊട്ടലാണ്. ആ കുരു പൊട്ടിക്കണ ഇപ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങളതും പൊട്ടിക്കണ്. ഒന്ന് കേട്ടോ കാണും പെണ്ണുങ്ങൾ പാടുന്നത് കുലുങ്ങിയിട്ട് ഇങ്ങനെ പാടുന്നത്. ഔ എന്തോ ഒരു രസമാണ് ആ കുലുക്കം കാണാനും. മയ്യത്തായി പോയവരോടൊരു പ്രാർത്ഥന കാണാൻ കഴിയില്ല. പണ്ഡിത ഖുർആൻ മാറ്റി മറിച്ചിട്ട് ഈ നാടാകെ കേട്ടില്ലേ സഹോദരന്മാരെ? റബീഉൽ അവലായപ്പോൾ പുതിയ പാട്ടിറങ്ങിയിട്ടാ. റബീഉൽ അവലായപ്പോൾ പുതിയ പാട്ട്. ഇപ്പോൾ അങ്ങനെയാണ് റബീഉൽ അവൽ എന്ന് കേൾക്കുമ്പോഴത്തേന് ഇവർക്ക് ആകെ ഇങ്ങോട്ട് കുരു പൊട്ടുകയാണ്. ഈ വഹാബികൾക്ക് റബീഉൽ അവൽ എന്ന് പറയുമ്പോഴത്തേനാണ് കുരു പൊട്ടുകയാണ്. ആ കുരു പൊട്ടലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരാണുങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നതിന് സ്റ്റേജ് കവലകളിലൂടെ. ഇപ്പോൾ ഓരെന്താ വെച്ചാൽ പെണ്ണുങ്ങളിറക്കി. ഇനി ഏത് ശേഖന്മാരും മണ്ണിൻ്റെ അടിയിലുള്ളവർ കേൾക്കൂല, അത് ഖുർആനിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടിറക്കിയാണ്ട് ഒന്നിനാത്തരം പോന്നെ പെണ്ണുങ്ങളെ കൊണ്ട് ചാടിച്ചാണ്. അങ്ങനെ ചാടുന്ന സ്റ്റേജിൽ എങ്ങനെയായാലും നല്ലോണം ആളുണ്ടാവും കേട്ടോ, അത് വേറെ വിഷയം. അങ്ങനെ ഒരു കളിയും പാട്ടും ഇന്ന ആൾക്കാരതൊക്കെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും അവിടെ ആൾക്കാർ കൂടും. സ്വാഭാവികമാണ്, കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകതയാണ് അതൊക്കെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ. ഏതായാലും അതാണ് ഓല അവസ്ഥ, വഹാബികളുടെ അവസ്ഥ. എന്ത് വിഷയത്തിലും പിന്നെ ഓർക്ക് മഹാന്മാരെ കണ്ടുകൂടാ. അതുപോലെ തന്നെ അമ്പിയ മുർസലിങ്ങൾക്ക് മുഅ്ജിസത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ. അവർക്ക് ഗൈബ് അറിയും എന്ന് പറഞ്ഞുകൂടാ. എന്നൊരു വഹാബിൻ്റെ ഇത് കേട്ടതാ, ഗൈബ് അറിയൂല. അങ്ങനെ പല കാര്യങ്ങളും ഇവർ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് ഇറങ്ങിയ ഒരു വകുപ്പാണ് ഇത് നമ്മുടെ ഈ മുജാഹിദ് വർഗം എന്നുള്ളത്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ നബിദിന പരിപാടിക്ക് ഒരു പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. നബിദിന പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന് ഉസ്താദ് ചോദ്യം ചെയ്യും, അതുപോലെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ ഉസ്താദ് ചോദ്യം ചെയ്യൂല. അപ്പോൾ ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ ശരി തന്നെ കേട്ടോ, നബിദിന പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ ഉസ്താദ് എന്താ ഓപ്പന്തേ വരേണ്ടതെന്ന് ചോദിക്കും. ആ സമയത്ത് പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ ചോദിക്കണില്ല. ഇങ്ങനെ മുടി വെട്ടിയത് ചോദിക്കണില്ല. അങ്ങനെ പല കാര്യങ്ങളും, നെരിയാണിൻ്റെ താഴെ വസ്ത്രം ഇറങ്ങിയത് ചോദിക്കണില്ല. അതൊന്നും ചോദിക്കാതെ ഈ നബിദിന പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ ചോദിക്കും, മൗലൂദിന് വന്നിട്ടില്ലെങ്കിൽ ചോദിക്കും. അതിൽ പറയണത് എന്താപ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ആശയമാണ് ഇറങ്ങി. അപ്പോൾ ഇത് എന്തായ ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഓർക്ക് തോന്നുകയാണ് ശരി തന്നെ കേട്ടോ ഈ പറഞ്ഞ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിസ്കാരമാണല്ലോ. അപ്പോൾ നിസ്കാരത്തിന് പള്ളിയിൽ വന്നിട്ട് അതല്ലേ മൂലർ ചോദിക്കേണ്ടത്? പൊന്നാര ചങ്ങായിമാരെ, നിസ്കാരം അത് ഓൻ്റെ ആവശ്യമാണ്. ഈ മൗലൂദ് എന്നുള്ള ഓൻ്റെ മാത്രം ആവശ്യമല്ല, അത് നാട്ടുകാരെ നമ്മളെയും കൂടി ആവശ്യമാണ്, എല്ലാവരും പാടുള്ള ആവശ്യമാണ്. നിസ്കാരം ഓൻ നിസ്കരിച്ചെങ്കിലത്തേനും അവന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിനായി നിസ്കാരത്തിന് പകരം മൗലൂദ് ഓതിയിട്ടും കാര്യമില്ല. നിസ്കാരം ഓന് രക്ഷപ്പെടണമെങ്കിൽ നിസ്കരിക്കന്നെ വേണം. നാളെ മഹ്ശറിൽ ആദ്യം ചോദിക്കപ്പെടുന്ന അമലാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അവന് പ്രശ്നം തന്നെയാണ്. അതും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റേതിന് നമ്മളെന്താണെന്ന് വെച്ചാൽ ആൾ കൂടുക, ആൾ കൂട്ടുക എന്നുള്ളത് നമ്മളെയും കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഇതുമൊക്കെ പാടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള അങ്ങോട്ടും അല്ലാതെ നിൽക്കുന്ന മനുഷ്യരുണ്ടാവും, ഓലെ അഭിപ്രായ വ്യത്യാസത്തിലാക്കുക. അതിന് വഹാബികൾക്ക് നല്ല കഴിവാണ്. പക്ഷെ അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരൊറ്റ സുന്നികൾ, ഈമാനുള്ള ഒരൊറ്റ സുന്നികൾ നിങ്ങളെ പറഞ്ഞ ഭാഗത്ത് കൂടി നിൽക്കില്ല.
ഞങ്ങൾ നിസ്കരിക്കുകയും ചെയ്യും, നോമ്പൊരുക്കുകയും ചെയ്യും, സക്കാത്തും കൊടുക്കും. ഞങ്ങൾ അതോടൊപ്പം റബീഉൽ അവ്വലിൻ്റെ പരിപാടി നടത്തും, റസൂലുള്ളാഹിനെ പുകഴ്ത്തും, മഹാന്മാരെ പുകഴ്ത്തും, അമ്പിയാവുലിയാക്കന്മാരെ പുകഴ്ത്തും. അതിനൊന്നും നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ പുത്തനാശയക്കാരെ വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി. അങ്ങനെയൊക്കെ പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ചാൻ പാടില്ല. മയ്യത്ത് നിസ്കാരത്തിന് മൂന്നാമത്തെ തക്ബീറിന് ശേഷം പറയണം അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹം. ഈ മയ്യത്തിന് വരുത്തൊടുക്കും, ഈ മയ്യത്തിന് കരുണ എന്നുള്ള എന്നാൽ അത് ഒഴിവാക്കണ്ടേ. എന്നാൽ അത് നിങ്ങൾ ചെയ്യണോണ്ടല്ല. അപ്പം നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ ചെയ്യുക, തോന്നണ്ടാത്തത് ചെയ്യാതിരിക്കുക, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളത് മുഴുവനും ചെയ്യും. അസ്സലാമു അലൈക്കും.